സൗദി പ്രോ ലീഗിൽ സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരുത്തിൽ അൽ നസ്റിന് തകർപ്പൻ ജയം. റൊണാൾഡോയുടെ കരുത്തിൽ അൽ അദ്ദൂദിനെ എതിരില്ലാത്ത 3 ഗോളിന് തോൽപ്പിച്ചു. ഇരട്ട ഗോളുമായി തിളങ്ങി ക്രിസ്ത്യാനോ കരിയർ ഗോൾ നേട്ടം 956 ഉയർത്തി. യാവോ ഫിലിക്സും അൽ നസ്റിനായി വരവൊരുക്കി. ലീഗിൽ തുടർച്ചയായി 10 മത്സരങ്ങൾ വിജയിച്ചെന്ന റെക്കോർഡിലെത്തി അൽ നസ്ർ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ജയത്തോടെ 1-ാം സ്ഥാനത്ത് തുടർന്ന ആഴ്സണൽ ബ്രൈറ്റനെ തകർത്തത് 1-നെതിരെ 2 ഗോളുകൾക്ക്. മാഞ്ചസ്റ്റർ സിറ്റി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെയും ലിവർപൂൾ വോൾസിനെയും പരാജയപ്പെടുത്തി. ബ്രെന്റ്ഫോർഡ് ബേൺമൌത്തിനെ പരാജയപ്പെടുത്തിയത് 1-നെതിരെ 4 ഗോളുകൾക്ക്. ആസ്റ്റൺ വില്ലയ്ക്ക് മുന്നിൽ കാലിടറി ചെൽസി വെസ്റ്റ് ഹാമിനെ തകർത്ത് ഫുൾഹാം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ടോട്ടനം ഇന്നിറങ്ങും. ലണ്ടൻ ഡെർബിയിൽ ക്രിസ്റ്റൽ പാലസാണ് എതിരാളികൾ. രാത്രി 10-ന് പാലസ് തട്ടകത്തിലാണ് മത്സരം. ഇറ്റാലിയൻ ലീഗിൽ സൂപ്പർ ടീമുകൾ കളത്തിൽ. 1-ാം സ്ഥാനം ലക്ഷ്യമിട്ട് AC മിലാനും നപ്പോളിയും ഇന്നിറങ്ങും. മിലാൻ വെറോണയും നപ്പോളി ക്രെമോണീസിനെയും നേരിടും. തലപ്പത്ത് തുടരാൻ ഇന്റർ മിലാനും ഇന്നിറങ്ങും. അറ്റ്ലാന്റയാണ് ഇന്ററിന്റെ എതിരാളികൾ. അണ്ടർ-19 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ 2 മലയാളി താരങ്ങൾ. ഏഷ്യാ കപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച ആരോൺ ജോർജും ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനത്തിന് പിന്നാലെ മുഹമ്മദ് റാനുമാണ് ടീമിൽ ഇടം നേടിയത്. ആയുഷ് മാത്രയാണ് കൗമാരപ്പടയെ നയിക്കുക. വൈഭവ് സൂര്യവംശിയും ടീമിലുണ്ട്. ജനുവരി 15 മുതലാണ് ടൂർണമെന്റിന് തുടക്കമാവുക. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ അണ്ടർ-19 ഏകദിന പരമ്പരയിൽ ഇന്ത്യയെ വൈഭവ് സൂര്യവംശി നയിക്കും.